ലൈംഗിക ആരോപണ കേസിലെ പ്രതിയായ പാലക്കാട് നഗരസഭാ കൗൺസിലറെ ആരാണ് സംരക്ഷിക്കുന്നത്? കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണോ? കേസ് രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലെന്നാണ് വിവരം. ദളിത് യുവതിയുടെ പീഡന പരാതിയിലാണ് പ്രശോഭിനെതിരെ കേസെടുത്തിരുന്നത്. പ്രശോഭിനെ പിടിക്കാൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പ്രജിത്ത്, ഈ പ്രശോഭിനെ എതിരെ കേസെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു, ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ പാർട്ടി ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ സഹായമില്ലാതെ ഈ പ്രശോഭിനെ ഒളിവിൽ കഴിയാൻ സാധിക്കുമോ? ഇയാൾ എവിടേക്കാണ് കടന്നത്? സംസ്ഥാനം വിട്ടിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോമ, ഈ പ്രക്ഷോഭിനെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രക്ഷോഭ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച ദളിത് യുവതിയെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. SC അട്രോസിറ്റി പീഡന നിയമ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2 ദിവസമായി പ്രക്ഷോഭനെതിരെ കേസെടുത്തിട്ടും ഇപ്പോഴും പോലീസ് പ്രക്ഷോഭിനെ പിടികൂടിയിട്ടില്ല. ഇന്നലെ പോലീസ് പിടികൂടാനുള്ള ശ്രമം ഉണ്ടാവും, അതോ ഇനി പ്രക്ഷോഭം നേരെ പോലീസിൽ കീഴടങ്ങും എന്നും ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതുവരെ പോലീസ് പ്രക്ഷോഭിനെ പിടികൂടിയിട്ടില്ല. പ്രക്ഷോഭ് മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലൊക്കെയായി വലിയ അടുപ്പമുള്ള വ്യക്തിയാണ് ഈ കൗൺസിലറായിട്ടുള്ള പ്രശോഭ്. നമുക്കറിയാം, ഈ ലൈംഗിക ആരോപണ കേസ് ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് എവിടേക്കാണെന്ന് നമുക്കറിയാം. അതായത് കർണാടകയിലേക്ക് അടക്കം പോയി. അത് കോൺഗ്രസിനേറെ നാണക്കേടുണ്ടാക്കിയ കേസാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പശ്ചാത്തലത്തിലാണ് ഈ ഒരു കേസൊക്കെ ഉണ്ടായി വന്നത്. അതായത് പാലക്കാട്ട് തന്നെ ഒരു കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ലൈംഗിക